അങ്ങനെ ഇക്കൊല്ലത്തെ പെരുന്നാളുമായി നോമ്പ് കഴിഞ്ഞ ചങ്ങായിമാർക്കൊപ്പം എണ്ണക്കടി തിഞ്ഞ ഞാനും പോയി നമ്മുടെ അലീബായുടെ പാളയം മാർക്കറ്റിലേക്ക്, ബേപ്പൂരിലേക്ക്. ഇവിടുത്തെ കല്ലുമ്മക്കായും കൂന്തൽ നിറച്ചതും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുള്ളത് അല്ലേ? ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ച് പോകും. അതാണ് കോഴിക്കോട്. റാബ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ നിന്ന് 4 കട്ടൻ കുടിച്ചപ്പോൾ നല്ല എണ്ണക്കടി കഴിക്കാൻ പൂതി. അങ്ങനെ എനിക്ക് എൻ്റെ മച്ചാൻ എടുത്തു തരുന്നു നമ്മുടെ സ്പെഷ്യൽ കൂന്തൽ നിറച്ചത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് അന്യായം തന്നെ. വില ഇത്തിരി കൂടുതലാണെങ്കിലും ടേസ്റ്റ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അജ്ജാതി ടേസ്റ്റാണ് കൂന്തൽ നിറച്ചത്. അപ്പോൾ ഇന്ന് ഇവനെ അങ്ങോട്ട് പൂശാൻ പോവുകയാണ്. മച്ചാൻ എനിക്ക് കുറച്ച് മസാലയൊക്കെ അധികം എടുത്ത് തന്നിട്ടുണ്ട്. ചൂടേറിയ ഫുഡിനൊപ്പം ഇന്നത്തെ ചൂടേറിയ വാർത്തയായിരുന്നു എമ്പുരാൻ്റെ വിശേഷങ്ങൾ. അറിയാലോ, ഒരു 48 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിലെത്തിച്ച് ലാലേട്ടൻ നമ്മുടെ മലയാള സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിയാസ് ഭായ് മമ്മൂക്ക ഫാൻ കേട്ടോ, വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പുള്ളി സൈലൻ്റാണ്. പിന്നെ ഇവിടുത്തെ കൂന്തൽ നിറച്ചതിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇടിവെട്ട് സാധനമാണിത്, ഫുൾ DJ.